സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ദ്വാവിംശതിതമോऽധ്യായ. ശ്രീശുക ഉവാച. മിത്രേയുശ്ചാദിവോ ദാസാ ച വനത്തൽസുതോ നൃപ സുദാസഃ സഹദേവോऽഥ സോമഗോ ജന്തുജന്മകൃത്. തസ്യ പുത്രശതം തേഷാം യവീയാൻ പൃഷതഃ സുതഃ. ദ്രുപദോ ദ്രൗപദീ തസ്യ ധൃഷ്ടദ്യുമ്നാദയഃ സുതാഃ. ധൃഷ്ടകേതുർഭാർമ്യാ പഞ്ചാലകാ ഇമേ. യോജമീഢസുതോ ഹ്യന്യ ഋക്ഷ സംവരണസ്തദാ. തപത്യാം സൂര്യകന്യായാം കുരുക്ഷേത്രപതി കുരു. പരീക്ഷിൽ സുധനുർജഹ്നുർനിഷധാശ്വക്കുരോ സുതാഃ. സുഹോത്രോ ഭൂൽസുധനുഷഃ ശവനോധാ തതഃ കൃതി. വസുസ്തസ്യോപരിചരോ ബൃഹദ്രഥമുഖാസ്തദാ. കുശാംബമത്സ്യപ്രത്യഗ്രച്ഛേദിപാദ്യാശ്ച ചേദിപാഃ. ബൃഹദ്രഥാൽ കുശാഗ്രോ ഭുൽ ഋഷഭത്തസ്യ തൽസുതഃ. ജജ്ഞേ സത്യഹിതോപത്യം പുഷ്പവാസ്തൽസുതോ ജഹു. അന്യസ്യാം ചാപി ഭാര്യായാം ശകലേ ദ്വേ ബൃഹദ്രഥാത്. തേ മാത്രാ ബഹിരുത്സൃഷ്ടേ ജരയാ ചാപി സന്ധിതേ. ജീവജീവേതി ക്രീഡന്ത്യാ ജരാസന്ധോ ഭവൽസുതഃ. തതശ്ച സഹദേവോ ഭുൽ സോമാഭിർയച്ഛ്രുതശ്രവാഃ. പരീക്ഷിതനപത്യോ ഭുൽ സുരഥോ നാമ ജാഹ്നവ. തതോ വിദൂരധസ്തസ്മാൽ സാർവഭൗമസ്തതോ ഭവത്. ജയസേനസ്തത്തനയോ രാധികോതോ യുധോ ഹ്യഭൂത്. തതശ്ചാക്രോധനസ്തസ്മാത് ദേവാതിഥിരമുഷ്യ ച. ഋഷ്യത്തസ്യ ദിലീപോ ഭുൽ പ്രദീപസ്തസ്യ ചാത്മജഃ. ദേവാപിശ്ചന്ദനുസ്തസ്യ ബാൽഹീക ഇതി ചാത്മജാഃ. പിതൃരാജ്യം പരിത്യജ്യ ദേവാഭിസ്തുവനം ഗതഃ. അഭവച്ഛന്ദനോ രാജാ പ്രാങ്മഹാഭിഷസംജ്ഞിത. യം യം കരാഭ്യാം സ്പൃശതി ജീർണം യൗവനമേധി സ. ശാന്തിമാപ്നോതി ചൈവാഗ്ര്യാം കർമ്മണാ തേന ശന്തനുഃ. സമാദ്വാദശ തദ്രാജ്യേന വവർഷ യദാ വിഭോ. ശാന്തനുർബ്രാഹ്മണൈരുക്ത പരിവേത്തായമഗ്രഭുക്. രാജ്യം ദേഹ്യഗ്രജായാശു പുരരാഷ്ട്രവിവൃദ്ധയേ. ഏവമുക്തോ ദ്വിജൈർജ്യേഷ്ഠം ഛന്ദയാമാസ സോബ്രവീത്. തന്മന്ത്രിപ്രഹിതൈർവിപ്രൈർവേദാൽ വിഭ്രംശിതോ ഗിരാ. വേദവാദാദിവാദാൻ വൈ തദാ ദേവോ വവർഷഃ. ദേവാപിർയോഗമാസ്ഥായ കലാപഗ്രാമമാശ്രിതഃ. സോമവംശേ കലൗ നഷ്ടേ കൃതാദോ സ്ഥാപയിഷ്യതി. ബാൽഹീകാൽ സോമദത്തോ ഭുൽ ഭൂരിശ്രവാസ്തതഃ. ശലശ്ച ശന്തനോ രാസിൽ ഗംഗായാം ഭീഷ്മ ആത്മവാൻ. സർവധർമ്മവിദാം ശ്രേഷ്ഠോ മഹാഭാഗവതഃ കവി. വീരയൂഥാഗ്രണിര്യേന രാമോപി യുധിതോഷിതഃ. ശന്തനോർദാശകന്യായാം ജജ്ഞേ ചിത്രാംഗദഃ സുതഃ. വിചിത്രവീര്യശാവരജോ നാമ്ന ചിത്രാംഗദോ ഹതഃ. യസ്യാം പരാശരാൽ സാക്ഷാദവതീർണോ ഹരേ കലാം. വേദഗുപ്തോ മുനികൃഷ്ണോ യദോഹമിദമധ്യഗാം. ഹിത്വാ സ്വശിഷ്യാൻ പൈലാദീൻ ഭഗവാൻ ബാദരായണ. മഹ്യം പുത്രായ ശാന്തായ പരം ഗുഹ്യമിദം ജഗൗ. വിചിത്രവീര്യോധോവാഹ കാശിരാജസുതേ ബലാത്. സ്വയംവരാദുപാനീതേ അംബികാംബാലികേ ഉഭേ. തയോരാസക്തഹൃദയോ ഗൃഹീതോ യക്ഷ്മണാമൃത.
ക്ഷേത്രേ പ്രജസ്യ വൈ ഭ്രാതുർമാതൃക്കുതോ ബാദരായണ ധൃതരാഷ്ട്രം ച പാണ്ഡും ച വിദുരം ചാപ്യജീജനത് ഗാന്ധാര്യാം ധൃതരാഷ്ട്രസ്യ ജജ്ഞേ പുത്രശതം നൃപ തത്ര ദുര്യോധനോ ജ്യേഷ്ഠോ ദുശ്ശളാ ചാപി കന്യക ശാപാൻ മൈഥുനരുദ്ധസ്യ പാണ്ഡോ കുന്ത്യാം മഹാരഥാ ജാതാ ധർമാനിലേന്ദ്രേഭ്യോ യുധിഷ്ഠിരമുഖാസ്ത്രയാ നകുലഃ സഹദേവശ്ച മാദ്ര്യാം നാസത്യദസ്രയോ ദ്രൗപദ്യാം പഞ്ചഭ്യ പുത്രാസ്തേ പിതരോ ഭവൻ യുധിഷ്ഠിരാൽ പ്രതിവിന്ധ്യ ശ്രുതസേനോ വൃഗോദരാത് അർജുനാൽ ശ്രുതകീർത്തിസ്തു ശതാനീകസ്തു നാഗുലി സഹദേവസുതോ രാജൻ ശ്രുതകർമാ തഥാപരേ യുധിഷ്ഠിരാൽ തു പൗരവ്യാം ദേവകോധ ഘടോൽക്കജ ഭീമസേനാദ്ഹിഡിംബായാം കാള്യാം സർവഗതസ്തദാ സഹദേവാൽ സുഹോത്രം തു വിജയാസൂത പാർവതി കരേണുമത്യാം നകുലോ നിരമിത്രം തഥാർജുന ഇരാവന്തമുലൂപ്യാം വൈ സുതായാം ബഭ്രുവാഹനം മണിപൂരപതേ സോപി തൽപുത്ര പുത്രികാസുത തവതാദ സുഭദ്രായാം അഭിമന്യുരജായത സർവാതിരഥജൽവീര ഉത്തരായാം തതോ ഭവൻ സർവാതിരഥജൽവീര ഉത്തരായാം തതോ ഭവാൻ പരിക്ഷീണേഷു കുരുഷു ദ്രൗണേ ബ്രഹ്മാസ്ത്രതേജസ ത്വം ച കൃഷ്ണാനുഭാവേന സജീവോ മോചിതോന്തകാത് തവേമേ തനയാസ്താദാ ജനമേ ജയപൂർവകാ ശ്രുതസേനോ ഭീമസേന ഉഗ്രസേനശ്ച വീര്യവാൻ ജനമേ ജയസ്ത്വാം വിദിത്വാ തക്ഷകാ നിധനം ഗദം സർപ്പാൻ വൈ സർപ്പയാഗാഗ്നോ സഹോഷ്യതിരുഷാന്വിത കാവശേയം പുരോധായ തുരം തുരകമേധയാട്ട് സമന്താത് പൃഥിവീം സർവാം ജിത്വാ യക്ഷ്യതി ചാധ്വരൈ തസ്യ പുത്രശതാനീകോ യാജ്ഞവൽക്യാത്രയീം പഠൻ അസ്ത്രജ്ഞാനം ക്രിയാജ്ഞാനം ശൗനകാൽ പരമേഷ്യതി സഹസ്രാനീകസ്തൽപുത്ര സദശ്ചൈവാശ്വമേധജ അസീമകൃഷ്ണസ്തസ്യാപി നേമിചക്രസ്തു തൽസുത ഗജാഹ്വയേ ഹൃദയ നദ്യാ കൗശാംബ്യാം സാധുവത്സ്യതി ഉക്തസ്തതശ്ചിത്രരഥസ്തസ്മാൽ കവിരഥസുത തസ്മാച്ചാവൃഷ്ടിമാംസ്തസ്യ സുഷേണോധാ മഹീപതി സുനീധസ്തസ്യ ഭവിതാ നൃചക്ഷുര്യൽ സുഖീനല പരിപ്ലവസ്തുതസ്തസ്മാൻ മേധാവീ സുനയാത്മജ നൃപഞ്ജയസ്തദോ ദൂർവതിസ്മിത്തസ്മാജ്ജനിഷ്യതി തിമേർബൃഹദ്രഥസ്തസ്മാ ശതാനീക സുദാസജ ശതാനീകാ ദുർദമനസ്തസ്യാപത്യം വഹീനര ദണ്ഡപാണിർനിമിസ്തസ്യ ക്ഷേമകോ ഭവിതാ നൃപ ബ്രഹ്മക്ഷത്രസ്യ വൈ പ്രോക്തോ വംശോ ദേവർഷിസൽകൃത ക്ഷേമകം പ്രാപ്യ രാജാനം സംസ്ഥാം പ്രാപ്സ്യതി വൈ കലൗ അധ മാഗധരാജാനോ ഭവിതാരോ വദാമി തേ ഭവിതാ സഹദേവസ്യ മാർജാരിൽ യശ്രുതശ്രവാ തതോ യദായുക്തസ്യാപി നിരമിത്രോധ തൽസുത സുനക്ഷത്രാൽ ബൃഹസ്സേനോധ കർമ്മജിൽ തതഃ സൃതഞ്ജയാൽ വിപ്ര ശുചിസ്തസ്യാ ഭവിഷ്യതി ക്ഷേമോധാ സുവ്രതസ്തസ്മാത് ധർമ്മസൂത്ര ശമസ്തദ ദ്യുമത്സേനോധ സുമതി സുബലോ ജനിതാ തദാ സുനീധ സത്യജിദധാ വിശ്വജിൽ യദ്രിപുഞ്ജയ ബാർഹദ്രഥാശ്ച ഭൂപാല ഭാവ്യാ സാഹസ്രവത്സരം. ശ്രീഹരയേ നമഃ. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം നവമസ്കന്ധേ ദ്വാവിംശതിതമോऽധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.
നവമസ്കന്ധത്തിലെ 22-ാമത്തെ അധ്യായം ആണ് അനുസ്മരിക്കുന്നത്. ഈ അധ്യായത്തിൽ ദിവോദാസ വംശത്തെ പറയുന്നുണ്ട്, ഋക്ഷവംശം പറയുന്നുണ്ട്, ജരാസന്ധൻ, പാണ്ഡവന്മാർ, ദുര്യോധനാദികൾ ഇവരുടെയൊക്കെ ജന്മത്തെക്കുറിച്ച് പറയുന്നത് ഈ അധ്യായത്തിലാണ്. മിത്രയുശ്ച ദിവോദാസ ച്യവന സ്ഥൽസുതോ നൃപ സുദാസ സുഹദേവോധ സോമകോ ജന്തുജന്മകൾ എന്നാണ് ആരംഭിക്കുക ഈ അധ്യായം. ദിവോദാസനിൽ നിന്ന് മിത്രയു എന്ന പുത്രനുണ്ടായി. അദ്ദേഹത്തിന് ച്യവനൻ, സുദാസൻ, സഹദേവൻ, സോമകൻ എന്നിങ്ങനെ 4 പുത്രന്മാരുണ്ടായി. അതിൽ സോമകൻ ജന്തുജന്മകൾ എന്ന് പറയുന്നു. എന്നുവെച്ചാൽ സോമകന് പുത്രനായിട്ട് ജന്തു എന്നൊരാളുണ്ടായി. ജന്തു മാത്രമല്ല, വേറെയും 100 പുത്രന്മാർ. അതിലേറ്റവും ചെറിയ ആളായിരുന്നു പൃഷതൻ. ആ പൃഷതൻ്റെ പുത്രനായിട്ട് ദ്രുപദൻ ഉണ്ടായി. ദ്രുപദന് മകളായിട്ടാണ് ദ്രൗപദി, ധൃഷ്ടദ്യുമ്നൻ മുതലായിട്ടുള്ള പുത്രന്മാർ ഒക്കെ ഈ ദ്രുപദൻ്റെ പുത്രന്മാരാണ്. ധൃഷ്ടദ്യുമ്നനിൽ നിന്ന് ധൃഷ്ടകേതു, ഭർമ്യാശ്വൻ എന്നിറങ്ങുന്നതായിട്ടുള്ള പഞ്ചാല വംശത്തിൽ ഇവർ പഞ്ചാലന്മാർ എന്ന് അറിയപ്പെടുന്നു. അജമീഠൻ്റെ മറ്റൊരു പുത്രനാണ് ഋക്ഷൻ. അദ്ദേഹത്തിൽ നിന്ന് സംവരണനുണ്ടായി. ഈ സൂര്യൻ്റെ പുത്രിയായിട്ടുള്ള തപതിയെ വിവാഹം ചെയ്ത സംവരണൻ, തപതി സംവരണം എന്ന് പറഞ്ഞിട്ടൊരു നാടകമൊക്കെ ഉണ്ടല്ലോ, അത് അങ്ങനെയാണ്, ആ സംവരണനാണ്. ആ തപതിയിൽ അദ്ദേഹത്തിന് കുരുക്ഷേത്രത്തിൻ്റെ അധിപതിയായിട്ടുള്ള കുരു എന്ന പുത്രനുണ്ടായി. അങ്ങനെയാണത് കുരുവംശം എന്ന് അറിയപ്പെടുന്നത്. തപതി സംവരണന്മാരുടെ പുത്രനായിട്ടാണ് കുരു എന്ന പുത്രനുണ്ടായത്. ഇപ്പോൾ തപതി സംവരണം എന്നുള്ള കഥ എവിടെയാണ് പ്രാധാന്യമർഹിക്കുന്നതായി തീരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുരുവംശം എന്ന് നമ്മൾ പറയുന്ന കുരു ഉണ്ടായത് അവർക്ക് പുത്രനായിട്ടാണ്. ആ കുരുവിന് പരീക്ഷിത്ത്, സുധനു, ജഹ്നു, നിഷധാശ്വൻ എന്നിങ്ങനെ പുത്രന്മാരുണ്ടായി. അതിൽ സുധനുസ്സിന് സുഹോത്രൻ എന്ന പുത്രൻ, സുഹോത്രന് ച്യവനൻ, അദ്ദേഹത്തിൽ നിന്ന് കൃതി, പിന്നെ കൃതിക്ക് വസു എന്ന പുത്രനുണ്ടായി. അദ്ദേഹം ആകാശചാരിയായിരുന്നു, ഉപരിചരഹ, ആകാശത്തു കൂടെയൊക്കെ സഞ്ചരിക്കാൻ കഴിവുള്ള ആളായിരുന്നു വസു. അദ്ദേഹത്തിനാണ് ബൃഹദ്രഥൻ മുതലായിട്ടുള്ള പുത്രന്മാർ ഉണ്ടായത്. പിന്നെ കുശാംബന്മാർ, മത്സ്യന്മാർ, പ്രത്യഗ്രന്മാർ, ചേദീപന്മാർ ഇങ്ങനെയുള്ള പുത്രന്മാരൊക്കെ ഉണ്ടായി. അവരെല്ലാം ചേതി ദേശം എന്നുള്ള ആ ഭാഗത്തെ അധിപന്മാരായിട്ടാണ് ഉണ്ടായിരുന്നത്. ചേതിപാഹ. അപ്പോൾ ചേതി ഭാഗത്താണ് ഈ 4 കൂട്ടരും, കുശാംബന്മാർ, മത്സ്യന്മാർ, പ്രത്യഗ്രന്മാർ, ചേതിപന്മാർ. മൊത്തത്തിൽ ചേതിപന്മാരെന്ന് പറഞ്ഞാലും മതിയാവും തോന്നുന്നു. പിന്നെ ബൃഹദ്രഥനിൽ നിന്ന് കുശാഗ്രൻ എന്ന പുത്രനുണ്ടായി. അദ്ദേഹത്തിന് ഋഷഭൻ എന്ന പുത്രനുണ്ടായി. അങ്ങനെ പുത്രപൗത്ര വംശ പരമ്പരയാണല്ലോ നവമസ്കന്ധത്തിൽ വർണ്ണിക്കുന്നത്. ഋഷഭന് പുത്രനായിട്ട് പുഷ്പവാൻ, അദ്ദേഹത്തിൻ്റെ പുത്രനായിട്ട് സത്യഹിതൻ, സത്യഹിതൻ്റെ പുത്രനായിട്ട് ജഹു. പിന്നെ ബൃഹദ്രഥന് മറ്റൊരു പത്നിയിൽ 2 ശരീരഭാഗങ്ങളായിട്ടാണ് ജനിച്ചത്. എന്നുവെച്ചാൽ ഒരു ഉണ്ണി ഉണ്ടാവണമെന്ന് വിചാരിച്ചത് 2 കഷ്ണമായിട്ടാണ് ജനിച്ചത്. ആ ജീവനില്ലാത്ത ശരീരഭാഗങ്ങളെ അമ്മ പുറത്തേക്ക് എറിഞ്ഞു കളഞ്ഞു. അപ്പോൾ അവിടെ കളിച്ചിരുന്ന ജര എന്ന രാക്ഷസി ഈ 2 ശരീരങ്ങളെയും കൂട്ടിച്ചേർത്ത് വെച്ച് ജീവജീവേതി, ജീവിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അതിന് ജീവനുണ്ടായി. അങ്ങനെ ജരയാൽ സന്ധിക്കപ്പെട്ടവൻ ജരാസന്ധൻ എന്ന് അറിയപ്പെടുന്നു. പിന്നെ ജരാസന്ധനിൽ നിന്ന് സഹദേവൻ എന്ന പുത്രനുണ്ടായി. ആ സഹദേവന് സോമാഭി, ശ്രുതശ്രവസ് എന്ന പുത്രന്മാരുണ്ടായി. അതുപോലെ അപ്പോൾ അത് ആ വംശം അവിടെ അങ്ങനെ പറഞ്ഞു നിർത്തുകയാണ്. നമ്മൾ ദശമത്രയിൽ കേൾക്കേണ്ടതാണല്ലോ സഹദേവനെക്കുറിച്ച്. അദ്ദേഹത്തിൻ്റെ പുത്രന്മാരെക്കുറിച്ച് കൂടി പറഞ്ഞുകൊണ്ട് അതവിടെ നിർത്തി. പിന്നെ നേരത്തെ കുരുവിൻ്റെ കാര്യം പറഞ്ഞല്ലോ. കുരുവിൻ്റെ പുത്രനായിട്ട് പരീക്ഷിത്ത് എന്നൊരാളുണ്ടായി. അദ്ദേഹത്തിന് സന്തതി തന്നെ ഇല്ലായിരുന്നു. പിന്നെ കുരുവിൻ്റെ പുത്രനായിട്ടുള്ള മറ്റൊരാൾ ജഹ്നു. ആ ജഹ്നുവിൻ്റെ പുത്രനായ സുരഥൻ എന്ന ആളുണ്ടായി. സുരഥനിൽ നിന്ന് വിദൂരഥൻ, അദ്ദേഹത്തിൽ നിന്ന് സാർവഭൗമൻ, പിന്നെ ജയസേനൻ, ജയസേനൻ്റെ മകനായിട്ട് രാധികൻ, രാധികനിൽ നിന്ന് അയുധൻ, ആയുധനിൽ നിന്ന് ക്രോധൻ, അദ്ദേഹത്തിൽ നിന്ന് ദേവാതിഥി,
ദേവാതിഥിയുടെ മകനായിട്ട് ഋഷ്യൻ്റെ മകനായിട്ട് ദിലീപൻ, അദ്ദേഹത്തിൻ്റെ മകനായിട്ട് പ്രദീപൻ എന്നിങ്ങനെ പുത്രന്മാരുണ്ടായി. പ്രദീപന് ദേവാപി, ശന്തനു, ബാഹ്ലികൻ എന്നിങ്ങനെ 3 പുത്രന്മാരുണ്ടായി. അതിൽ ദേവാപി പിതാവിൻ്റെ രാജ്യമൊക്കെ വിട്ട് ആദ്യം തന്നെ വനത്തിലേക്ക് കയറിപ്പോയ ആളായിരുന്നു തപസ്സിനായിട്ട്. പിന്നെ ശന്തനുവാണ് അപ്പോൾ പിന്നെ രണ്ടാമത്തെ ആൾ, അദ്ദേഹമാണ് പിന്നെ രാജ്യം ഭരിക്കേണ്ടത്. ഈ ശന്തനുവിന് മഹാഭിഷൻ എന്നുകൂടി പേരുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ഭിഷക്കിൻ്റെ, ഒരു വൈദ്യൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. അദ്ദേഹം ജീർണമായിട്ടുള്ള ഏതു വസ്തുവിനെയും കൈകളെ കൊണ്ട് സ്പർശിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും ഉണർന്നു വരുമായിരുന്നു, യൗവനമുള്ളതായി തീരുമായിരുന്നു. അതുപോലെ വലിയ ശാന്തിയും അദ്ദേഹത്താൽ സ്പർശിക്കപ്പെട്ട ഏതൊരാൾക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് ശന്തനു എന്ന അദ്ദേഹത്തിന് പേര്. അങ്ങനെയുള്ള അദ്ദേഹത്തിന് 12 കൊല്ലം രാജ്യത്ത് ദേവേന്ദ്രൻ മഴ പെയ്യിച്ചില്ല. എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ ബ്രാഹ്മണർ പറയുകയാണ്, പരിവേത്താവാണ്. ജ്യേഷ്ഠനുള്ളപ്പോൾ തന്നെ അനുജൻ രാജ്യം ഭരിച്ചു, പരിവേദനം ചെയ്തവനാണ്. അതുകൊണ്ട് രാജ്യത്തിനും പുരത്തിനും അഭിവൃദ്ധി ഉണ്ടാവണമെങ്കിൽ ജ്യേഷ്ഠനെ തന്നെ അത് ഏൽപ്പിക്കണം എന്ന് പറഞ്ഞു അത്രേ. അങ്ങനെ ശന്തനു അത് ചെയ്തു. ജ്യേഷ്ഠനോട് രാജ്യം സ്വീകരിക്കാൻ അഭ്യർത്ഥിച്ചു. പക്ഷേ ഈ ബ്രാഹ്മണർ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമേ കയറ്റിൽ കയറിപ്പോയതായിട്ടുള്ള ആൾക്ക്, ദേവാപിക്ക് ഇനി രാജ്യം ഏൽപ്പിച്ചിട്ട് കാര്യമില്ല. അദ്ദേഹം രാജ്യത്തെ ഉപേക്ഷിക്കുകയാണെങ്കിൽ പിന്നെ ശന്തനുവിനത് രാജ്യം ഭരിക്കാം. അതുകൊണ്ട് ദേവാപിയെ കുറച്ചൊന്ന് ഭ്രഷ്ടനാക്കാൻ വേണ്ടിയിട്ട് ബ്രാഹ്മണർ എന്ത് ചെയ്തു, അദ്ദേഹം വേദത്തിനെ നിന്ദിക്കുന്നതായിട്ടുള്ള വാക്കുകളൊക്കെ ഈ ഇദ്ദേഹത്തോട് പറഞ്ഞു അത്രേ. വേദവാദ അതിവാദൻ വൈ തഥാ ദേവോ വർഷ. ആ ദേവാപിയോട് ഈ വേദനിന്ദകങ്ങളായിട്ടുള്ള വാക്കുകൾ ചിലതൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് അത് ശരിയാ തോന്നി. അങ്ങനെ അദ്ദേഹം ഭ്രഷ്ടനായി. വേദവാക്യങ്ങളെ നിന്ദിച്ചപ്പോൾ അദ്ദേഹം ഭ്രഷ്ടനായി. അപ്പോൾ രാജ്യത്തിന് അധികാരിയല്ലാതായി തീർന്നു. അങ്ങനെ ശന്തനു വീണ്ടും രാജ്യത്തിന് അധികാരമുള്ള രാജാവായി. അപ്പോഴാണ് രാജ്യത്ത് മഴയൊക്കെ പെയ്തത് വേണ്ടതുപോലെ. തഥോ ദേവോ വർഷ. ദേവാപി പിന്നെ ആത്മധ്യാനപരനായിട്ട് കലാപഗ്രാമത്തിൽ പോയി വസിക്കുകയും ചെയ്തു. സോമവംശം ആണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കലികാലത്ത് സോമവംശം നയിച്ചു കഴിഞ്ഞാൽ അടുത്ത കൃതയുഗത്തിൻ്റെ ആരംഭത്തിൽ ഈ ദേവാപിയാണ് വീണ്ടും ഇവിടെ ലോകത്തെ സ്ഥാപിക്കുന്നത് എന്നും കാണാം. ഇവിടെ സോമവംശത്തെ വീണ്ടും കൊണ്ടുവരുന്നത് ദേവാപിയായിരിക്കും, ശന്തനുവിൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള ദേവാപി. പിന്നെ ബാഹ്ലികൻ എന്ന് പറഞ്ഞിട്ട് ഒരാളെക്കുറിച്ച് പറഞ്ഞുവല്ലോ, ഇവരുടെ സഹോദരനായിട്ട്. അദ്ദേഹത്തിന് സോമദത്തനുണ്ടായി. അതിൽ നിന്ന് ഭൂരിശ്രവസ്, ശലൻ എന്ന പുത്രന്മാരുണ്ടായി. പിന്നെ പറയുന്നത് ശന്തനുവിനെ കുറിച്ചാണ്. ശന്തനുവിന് ഗംഗാദേവിയിൽ നിന്ന് ഭീഷ്മര പുത്രനായിട്ട് ജനിച്ചു. അദ്ദേഹം സർവധർമ്മവിധാം ശ്രേഷ്ഠ മഹാഭാഗവത കവി ആത്മവാൻ എന്നെല്ലാം അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഏറ്റവും ധീരനായിരുന്നു. സർവധർമ്മങ്ങളുടെ രഹസ്യമറിയുന്നവരിൽ ജ്യേഷ്ഠനായിട്ടുള്ള ആളായിരുന്നു. ഭാഗവത ധർമ്മം പറയുന്ന 12 ആളെ പറയുമ്പോൾ ഷഷ്ഠസ്കന്ധത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ ഈ ഭീഷ്മരുടെ പേര് പറയുന്നുണ്ടല്ലോ. അത്രയും മഹാഭാഗവതനായിരുന്നു അദ്ദേഹം. പിന്നെ ഭക്തനായിരുന്നു, ജ്ഞാനിയായിരുന്നു. അങ്ങനെയുള്ള ഭീഷ്മപിതാമഹൻ ശന്തനുവിന് ഗംഗാദേവിയിൽ നിന്നുണ്ടായ പുത്രനാണ്. വീരയൂഥ അഗ്രണീഹി. ആ ഭീഷ്മപിതാമഹൻ മഹാവീരന്മാരിൽ ഏറ്റവും മുന്നിൽ നിന്ന ആളായിരുന്നു. രാമോപി യുധി തോഷിത. പരശുരാമൻ പോലും ഈ വീര്യശൗര്യ പരാക്രമങ്ങളൊക്കെ കണ്ടിട്ട് സന്തോഷിക്കുകയുണ്ടായത്. സ്വതവേ പരശുരാമൻ ക്ഷത്രിയരോട് എതിർപ്പുള്ള ആളായിരുന്നുവെങ്കിലും ഭീഷ്മരെ കണ്ടപ്പോൾ സന്തോഷം ഉണ്ടാവുക ചെയ്തത്. കാരണം അദ്ദേഹം അത്രയും വീര്യം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ പിന്നിലിരിക്കുന്നത് ആ ഭാഗവത ഭാവമാണ്. അതുകൊണ്ടായിരിക്കണം. ശന്തനുവിന് പിന്നെ ദാശകന്യയിൽ സത്യവതിയിൽ ചിത്രാംഗതൻ എന്ന പുത്രനുണ്ടായി. ഈ സത്യവതി നേരത്തെ പറഞ്ഞ ഉപരിചരനായിട്ടുള്ള വസു എന്നൊരാളെക്കുറിച്ച് പറഞ്ഞില്ലേ, അദ്ദേഹത്തിൻ്റെ
മകളാണ്. അവളുടെ അദ്ദേഹത്തിൻ്റെ വീര്യത്തിൽ നിന്നുണ്ടായതാണ്. വെള്ളത്തിലെ വീര്യം ഉപേക്ഷിച്ചു എന്നും അതൊരു മത്സ്യം ഭക്ഷിച്ച് അതിൽ നിന്ന് ഉണ്ടായ കുട്ടിയാണ് മത്സ്യഗന്ധിയായി തീർന്നു എന്നൊക്കെ പറയാറുണ്ട്. ആ സത്യവതിയെ വളർത്തിയത് മുക്കുവന്മാരാണ്. എന്തായാലും ദാസൻ്റെ മകളായതുകൊണ്ട് ദാശകന്യ എന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ വീര്യം, അത് ഉള്ളിലിരിക്കുന്നതായിട്ടുള്ള തേജസ് അത് ക്ഷത്രിയൻ്റെ തന്നെയാണെന്ന് പറയാം. വിചിത്രവീര്യശ്ച ആവർജോ നാംന ചിത്രാംഗതോ കഥ. പിന്നെ ഈ ചിത്രാംഗതനുജനായിട്ട് വിചിത്രവീര്യൻ എന്ന് പറഞ്ഞിട്ട് ഒരാളും ഉണ്ടായി. ആ സത്യവതിയിൽ പരാശമഹർഷിക്ക് മുമ്പേ ഉണ്ടായ വേദവ്യാസ മഹർഷി, അതിനെക്കുറിച്ചും പറയുന്നുണ്ട്. വേദവ്യാസൻ്റെ അവതാരം ഈ സത്യവതിക്ക് ശന്തനുവിൻ്റെ പത്നിയാവുന്നതിന് മുമ്പ് ഉണ്ടായതാണ് വേദവ്യാസ മഹർഷി. വേദഗുപ്തോ മുനികൃഷ്ണോ യഥോഹമിതമധ്യഗാം. ആ തൻ്റെ അച്ഛനായിട്ടുള്ള വേദവ്യാസനിൽ നിന്നാണ് താൻ ഈ ഭാഗവതത്തെ പഠിച്ചത് എന്ന് ശ്രീശുക ബ്രഹ്മർഷി അവിടെ ഓർമ്മിക്കുന്നു. വേദരക്ഷകനായിട്ടുള്ള ആ കൃഷ്ണദ്വൈപായന് തൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള പൈലൻ, ശാന്തൻ, പൈലൻ മുതലായിട്ടുള്ളവരെ വിട്ടിട്ട് ശാന്തനായിട്ടുള്ള എനിക്ക് ഈ ശ്രീമദ് ഭാഗവതത്തെ തന്നു. പിന്നെ നമ്മളെന്താ പറഞ്ഞത്, ഇതിനു മുൻപേ ചിത്രാംഗതോ കഥ എന്ന് പറഞ്ഞല്ലോ. ചിത്രാംഗതൻ ആദ്യമേ മരിച്ചു പോവുകയാണ് ഉണ്ടായത് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വിചിത്രവീര്യൻ ഒരാളേ ഉള്ളൂ, പിന്നെ സത്യവതിയുടെ മകനായിട്ട്. ആ വിചിത്രവീര്യൻ സ്വയംവരത്തിൽ നിന്ന് ഭീഷ്മരാൽ ബലയണ കൊണ്ടുവരപ്പെട്ടതായിട്ടുള്ള കാശിരാജാവിൻ്റെ പുത്രിമാരായ അംബിക, അംബാലിക എന്ന രണ്ടുപേരെയും വിവാഹം ചെയ്തു. അംബ എന്ന ആദ്യത്തെ കുട്ടി ഞാൻ ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞ് എനിക്ക് വേറൊരാളെയാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് ദേഹം ഉപേക്ഷിച്ചു എന്നുള്ള കഥ അപ്പുറത്ത് ഓർമ്മിക്കാം. ഈ അംബിക, അംബാലിക എന്നുള്ള രണ്ട് ഭാര്യമാരിൽ ആസക്തഹൃതനായി തീർന്നു വിചിത്രവീര്യൻ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് യക്ഷ്മണ ഗൃഹീത ക്ഷയരോഗം വന്നു എന്ന് പറയുന്നു. ഈ ശരീരഭോഗത്തിലേക്ക് ലൈംഗിക അഭിനിവേശം അധികമായിട്ട് വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ക്ഷയരോഗം വരും എന്നാണ് പഴയകാലത്ത് തന്നെ പറയപ്പെട്ടിട്ടുള്ളത്. യക്ഷ്മണ ഗൃഹീത മൃത. അങ്ങനെ വന്നപ്പോൾ പിന്നെ വിചിത്രവീര്യൻ്റെ ഭാര്യമാർ രണ്ടുപേരുണ്ട്, അംബിക, അംബാലിക. അവർക്ക് സന്തതിയില്ല. അങ്ങനെ ക്ഷേത്ര അപ്രജസ്വൈ ഭ്രാതുഹു, ആ അപ്രജസ്നായി മരിച്ചുപോയ, മക്കളില്ലാതെ മരിച്ചുപോയ വിചിത്രവീര്യൻ്റെ ക്ഷേത്രത്തിൽ ഭാര്യമാരിൽ പിന്നെ സത്യവതി പറഞ്ഞിട്ട് വേദവ്യാസ മുനി തന്നെ പുത്രന്മാരെ സൃഷ്ടിച്ചു. അമ്മയുടെ ആജ്ഞ കൊണ്ട് മാത്രം ചെയ്തതാണ്. ധൃതരാഷ്ട്രർ, പാണ്ഡു, ഇങ്ങനെ രണ്ട് പുത്രന്മാരുണ്ടായി. പിന്നെ ദാസിയിൽ വിതുരൻ എന്ന് പറയുന്നതായിട്ടുള്ള പുത്രനും ഉണ്ടായി. കഥയൊക്കെ പ്രസിദ്ധമാണല്ലോ. ധൃതരാഷ്ട്രർക്ക് ഗാന്ധാരി എന്ന പത്നിയുണ്ട്. ഗാന്ധാര ദേശത്തു നിന്ന് കൊണ്ടുവന്നതാണ് ഗാന്ധാരി. അതിൽ 100 പുത്രന്മാരുണ്ടായി. ദുര്യോധനൻ മൂത്തയാൾ. 100 പുത്രന്മാർ കഴിഞ്ഞ് 101ാമത് ഉണ്ടായതാണ് ദുശ്ശള എന്ന് പറയുന്ന കന്യകയും. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥ അവിടെ ഇരിക്കട്ടെ. ധൃതരാഷ്ട്രരുടെ അദ്ദേഹത്തിൻ്റെ അനുജനായിട്ടുള്ള പാണ്ഡുവിന് കാട്ടിൽ പോയതാണ്. അദ്ദേഹം മൃഗവേഷമെടുത്ത് ക്രീഡിച്ചിരുന്ന മുനിമാരുടെ ശാപം കൊണ്ട് അവരിലൊരാളെ വധിച്ചു. ആ ശാപം കൊണ്ട് വിഷയഭോഗം വിട്ട് നടക്കേണ്ടി വന്നു പാണ്ഡുവിന്. നീയും എപ്പോഴെങ്കിലും കാമത്തോടു കൂടി പത്നിയെ സമീപിക്കുന്ന സമയത്ത് മരിക്കട്ടെ എന്നാണ് ശാപം. അപ്പോൾ അതുകൊണ്ട് ഇന്നുണ്ടായി പാണ്ഡുവിന് പിന്നെ സന്തതി ഉണ്ടാവാനുള്ള ഇടയുണ്ടായില്ല. പക്ഷേ കുന്തി ദേവി, മാദ്രി ഇങ്ങനെ 2 പത്നിമാരുണ്ടായിരുന്നു. അതിൽ ദുർവാസസ് മഹർഷിയുടെ കയ്യിൽ നിന്ന് കിട്ടിയതായിട്ടുള്ള ഒരു മന്ത്രം ഉണ്ടായിരുന്നല്ലോ കുന്തി ദേവിക്ക്, ദേവഹൂതി എന്ന് പറഞ്ഞിട്ട്. ആ മന്ത്രത്തിൻ്റെ ശക്തി കൊണ്ട് യുധിഷ്ഠിരൻ, ഭീമസേനൻ, അർജുനൻ എന്നിങ്ങനെ 3 പുത്രന്മാർ ധർമ്മദേവൻ, വായു, ഇന്ദ്രൻ എന്നിവരിൽ നിന്ന് ഉണ്ടായി. പിന്നെ നകുലനും സഹദേവനും മാദ്രിക്ക് നാസത്യ ദസ്രയോഹോ അശ്വിനി ദേവന്മാരുടെ പുത്രന്മാരായിട്ടും ഉണ്ടായി. പിന്നെ ഈ 5 പാണ്ഡവരും ദ്രൗപദിയെ വിവാഹം ചെയ്തുവല്ലോ. ആ ദ്രൗപദിയിൽ, പാഞ്ചാലിയിൽ ഈ ധർമ്മപുത്രൻ മുതലായിട്ടുള്ളവരിൽ നിന്ന് ഓരോരോ പുത്രന്മാരുണ്ടായി. അവരെ കുട്ടിക്കാലത്ത് തന്നെ, എന്നുവെച്ചാൽ വിവാഹമൊന്നും ചെയ്യുന്നതിന് മുമ്പ് തന്നെ
മരിച്ചു പോവുകയുണ്ടായത്. അതുകൊണ്ട് അവർക്ക് പിന്നെ സന്തതി പരമ്പര ഇല്ല. യുധിഷ്ഠിരനിൽ നിന്ന് പ്രതിവിന്ധ്യൻ എന്ന് പറഞ്ഞിട്ടൊരു പുത്രൻ, വേറെ ഭീമസേനയിൽ നിന്ന് ശ്രുതസേനൻ, അർജുനനിൽ നിന്ന് ശ്രുതകീർത്തി, നകുലന് ശതാനീകൻ, സഹദേവന് ശ്രുതകർമാവ്. ഇങ്ങനെയാണ് പുത്രന്മാർ ഉണ്ടായിരുന്നത്. അതുപോലെ ഇവർക്കൊക്കെ വേറെ വേറെ പത്നിമാർ വരെ ഉണ്ടായിരുന്നു. ഈ 5 ആളും മരിച്ചു പോവല്ലേ ചെയ്തേ. വേറെ പത്നിമാരുണ്ടായിരുന്നു ഇവർക്ക് ഓരോരുത്തർക്കും. യുധിഷ്ഠിരന് പൗരവി എന്ന് പറയുന്നതായിട്ടുള്ള പത്നിയിൽ ദേവകനുണ്ടായി. ഭീമസേനന് ഹിഡിംബിയിൽ ഘടോത്കചനുണ്ടായി. അതുപോലെ പർവ്വതപുത്രിയായിട്ടുള്ള വിജയ സഹദേവൻ്റെ പത്നിയായിരുന്നതിൽ നിന്ന് സുഹോത്രൻ എന്ന പുത്രനുണ്ടായി. അതുപോലെ നകുലന് കരേണുമതി എന്ന് പറയുന്നതായിട്ടുള്ള ഭാര്യയിൽ നിരമിത്രൻ എന്ന് പറയുന്ന പുത്രനുണ്ടായി. അതുപോലെ അർജുനന് ഉലൂപിയിൽ, നാഗകന്യകയാണ് ഉലൂപി, അതിൽ ഇരാവാൻ എന്ന പുത്രനുണ്ടായി. അതുപോലെ മണിപൂരത്തിൻ്റെ രാജാവായിരുന്ന ബഭ്രുവാഹനൻ, 2 പേര്. ബഭ്രുവാഹനൻ അർജുനൻ്റെ പുത്രനാണെങ്കിലും മണിപൂര രാജാവിൻ്റെ മകനായി മാറുക ചെയ്തത്. പുത്രികാധർമ്മം നമ്മൾ മുമ്പേ തൃതീയ സ്കന്ധത്തിൽ ഓർമ്മിച്ചിട്ടുണ്ടല്ലോ. ആ രീതിയിൽ മണിപൂര രാജാവിൻ്റെ മകനായി തീരുകയാണ് ചെയ്തത്. പിന്നെ സുഭദ്രയിൽ അർജുനന് എല്ലാവരെയും ജയിക്കുന്ന മഹാരഥനായിരുന്ന അഭിമന്യു ഉണ്ടായി. അഭിമന്യുവിൽ നിന്ന് ഉത്തരയുടെ മകനായിട്ട് ഹേ രാജാവെ അങ്ങും ഉദ്ഭവിച്ചു എന്നിങ്ങനെ ശിശുക്ക് ബ്രഹ്മർഷി പറഞ്ഞു കേൾപ്പിക്കുന്നു. പരീക്ഷേണേഷു കുരുഷു ദ്രൗണേർ ബ്രഹ്മാസ്ത്ര തേജസ. ദുര്യോധനാദികളെല്ലാം യുദ്ധത്തിൽ നശിച്ചു കഴിഞ്ഞപ്പോൾ അശ്വത്ഥാമാവ് വലിയ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു ഈ പാണ്ഡവവംശത്തെ മുഴുവൻ ഇല്ലാതാക്കാനായിട്ട്. ആ സമയത്ത് ഭഗവാൻ അങ്ങയെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് ജീവനോടുകൂടി രക്ഷിച്ചു എന്നൊക്കെയുള്ളത് ഇനി ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, അങ്ങേക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണല്ലോ എന്ന് പറയുന്നു. അങ്ങേക്ക് പുത്രന്മാരായിട്ട് ജനമേജയൻ, ശ്രുതസേനൻ, ഭീമസേനൻ, ഉഗ്രസേനൻ, ഇങ്ങനെ 4 പേരുണ്ട്. അതിൽ ജനമേജയൻ അങ്ങ് തക്ഷകൻ കടിച്ചു മരിച്ചു എന്നറിഞ്ഞിട്ട് സർപ്പയാഗമൊക്കെ ചെയ്ത് സർപ്പങ്ങളെയൊക്കെ അതിൽ ഹോമിക്കുകയൊക്കെ ചെയ്യും. അതിന് വരാൻ പോകുന്ന കാര്യമാണ്. ഭൂമി മുഴുവൻ ജയിച്ച് അദ്ദേഹം തുരൻ എന്ന് പറയുന്നതായിട്ടുള്ളൊരു മഹർഷിയെ ആചാര്യനാക്കി അശ്വമേധാദി യാഗങ്ങളൊക്കെ ചെയ്ത് ഭഗവാനെ ഭജിക്കും. പിന്നെ അദ്ദേഹത്തിന് മകനായിട്ട് ശതാനീകനുണ്ടാവും. യാജ്ഞവൽക്കരനിൽ നിന്ന് വേദമൊക്കെ പഠിച്ച് അസ്ത്രവിദ്യയൊക്കെ കൃപാചാര്യനിൽ നിന്ന് പഠിച്ച് ക്രിയാജ്ഞാനവും പരമജ്ഞാനവും ഒരുപോലെ ഉള്ള ആളായി തീരും. ശൗനകൻ്റെ ശിഷ്യനായി തീരും എന്നൊക്കെ പറയുന്നു. അദ്ദേഹത്തിന് പുത്രനായിട്ട് ശതാനീകൻ്റെ പുത്രനായിട്ട് സഹസ്രാനീകൻ, അദ്ദേഹത്തിന് അശ്വമേധജൻ എന്ന് പറയുന്ന പുത്രനുണ്ടാവും. പിന്നെ അസീമകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ പുത്രനായിട്ട് നേമിചക്രൻ. ഇങ്ങനെയൊക്കെയാണ് ആ വംശം മുന്നോട്ട് ഉണ്ടാവുക. ഈ ഹസ്തിനപുരം മുഴുവൻ നദി ഒരിക്കൽ അപഹരിച്ചു കൊണ്ടുപോകും, വലിയ വെള്ളപ്പൊക്കത്തിൽ ഇല്ലാതെ ആവും. അപ്പോൾ ആ സമയത്ത് ഈ നേമിചക്രൻ കൗശാംബി എന്ന് പറയുന്നതായിട്ടുള്ള ഒരു ഭാഗത്ത് പോയി താമസമാക്കും. അതിനുശേഷം ഈ നേമിചക്രനിൽ നിന്ന് ഉക്കതൻ എന്ന പുത്രനുണ്ടാവും. പിന്നെ ചിത്രരഥനിൽ നിന്ന് കവിരഥനിൽ നിന്ന് വൃഷ്ടിമാൻ, അദ്ദേഹത്തിന് സുഷേണന് നൃചക്ഷുസ്, അദ്ദേഹത്തിന് സുഖീനലൻ എന്ന പുത്രന്മാർ. സുഖീനലിൽ നിന്ന് പരിപ്ലവനിൽ നിന്ന് സുനയൻ, അദ്ദേഹത്തിൻ്റെ പുത്രനായ മേധാവി, അദ്ദേഹത്തിൽ നിന്ന് നൃപഞ്ചയനിൽ നിന്ന് ദൂർവൻ, അദ്ദേഹത്തിൽ നിന്ന് തിമി. ഇങ്ങനെ പുത്രവംശങ്ങൾ മുന്നോട്ട് പോകും. അങ്ങയുടെ വംശം ഹേ പരീക്ഷത്തെ പെട്ടെന്നൊന്നും അവസാനിക്കുന്നതല്ല, മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. തിമിക്ക് പുത്രനായിട്ട് ബൃഹദ്രഥൻ, അദ്ദേഹത്തിന് സുദാസൻ, അദ്ദേഹത്തിന് ശതാനീകന് ദുർദമനൻ, അദ്ദേഹത്തിന് ബഹീനരൻ എന്ന പുത്രന്മാരുണ്ടാവും. ബഹീനരന് ദണ്ഡപാണി, അദ്ദേഹത്തിൽ നിന്ന് നിമി, അദ്ദേഹത്തിന് ക്ഷേമകൻ. ഇങ്ങനെ ബ്രാഹ്മണകുലത്തിൻ്റെയും ക്ഷത്രിയകുലത്തിൻ്റെയും എല്ലാം രക്ഷകന്മാരായിട്ട് ദേവന്മാരും ഋഷിമാരും എല്ലാവരും സ്തുതിച്ചു പാടുന്നതായിട്ടുള്ള ഉത്തമമായിട്ടുള്ള വംശമാണ് അങ്ങേക്ക് ശേഷവും ഉണ്ടാവാൻ പോണത് എന്നൊക്കെ ഞാൻ അങ്ങേക്ക് പറഞ്ഞു തന്നു കേട്ടോ. ക്ഷേമകം പ്രാപ്യ രാജാനം, കലികാലത്ത് അതോടുകൂടി ക്ഷേമകനോട് കൂടിയിട്ട് ഈ വംശം ഇല്ലാണ്ടിയാവും എന്ന് പറഞ്ഞത് നിർത്തി. പിന്നെ മഗധരാജാക്കന്മാരെക്കുറിച്ച് പറഞ്ഞു തരാം. സഹദേവനെക്കുറിച്ച് നേരത്തെ പറഞ്ഞു നിർത്തിയല്ലോ.
അദ്ദേഹത്തിൽ നിന്ന് മാർജാരി, പിന്നെ ശ്രുതശ്രവസ്, അയുധായുസ്, നിരമിത്രൻ, അത് കഴിഞ്ഞ് സുനക്ഷത്രൻ, ബൃഹൽസേനൻ, കർമ്മജിത്ത്, സ്തൃതഞ്ജയൻ, വിപ്രൻ, ശുചി, ഇങ്ങനെ വംശം മുന്നോട്ട് പറയുകയാണ്. ശുചിയിൽ നിന്ന് ക്ഷേമൻ, സുവ്രതൻ, ധർമ്മസൂത്രൻ, ശമൻ, ദ്യുമൽസേനൻ, സുമതി, സുബലൻ, ഇങ്ങനെ മുന്നോട്ട് സുബലന് പുത്രനായിട്ട് സുനീതൻ, അദ്ദേഹത്തിൻ്റെ പുത്രനായിട്ട് സത്യജിത്ത്, അദ്ദേഹത്തിൻ്റെ മകനായിട്ട് വിശ്വജിത്ത്, വിശ്വജിത്തിൽ നിന്ന് രിപുഞ്ജയൻ, ഇങ്ങനെ ആ ബൃഹദ്രഥൻ്റെ വംശം അതും പറഞ്ഞു വച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് 22-ാമത്തെ അധ്യായം. ഹരേ കൃഷ്ണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.